Hello, good afternoon. Hello. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. Ready ആണോ എല്ലാവരും? ഫുഡൊക്കെ കഴിച്ച് ഒരുങ്ങിയിരിക്കുകയാണോ? എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണോ? അതെ, റെഡി. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് അധികം പേര് വരാത്തതുണ്ടല്ലോ. 87 ഒക്കെ ആയിട്ടുള്ളൂ. ഔട്ട് പേഷ്യന്റ് സർവീസസില് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട്? ചിന്നു ഒന്ന് പറയാമോ? യെസ് മാം, പറയാം. കാഷ്വാലിറ്റി, കാർഡിയോളജി, അതിൽ അനസ്തേഷ്യയുടെ പഠിച്ചു. ഇത്രയാ നോക്കിയിരുന്നത്. അനസ്തേഷ്യോളജി വരെയാണ് നമ്മൾ പഠിച്ചത്. അത്രയായിരുന്നു പഠിച്ചിരുന്നത്. എല്ലാവർക്കും അവിടെ തന്നെയാണെന്ന് ഓർമ്മയുണ്ടോ? അതെ, അനസ്തേഷ്യോളജി വരെയാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കണേ. അതെ, അവിടെ തന്നെ. ഓക്കെ. Which are the types of anesthesias? Which are the departments? Which are the sectors anesthesiology administer? ഏതൊക്കെ തരത്തിലുള്ള ഇതുണ്ട് പറയാമോ? Anesthesia. General anesthesia. General anesthesia, Local anesthesia, regional anesthesia. Regional anesthesia. Can you say an example for local anesthesia? When the local anesthesia is given? സമയത്താ കൊടുക്കുക? ഡെന്റിസ്റ്റുകളാണ് യൂഷ്വലി ഹാൻഡിൽ ചെയ്യുന്നത് ഇത്തരം അനസ്തേഷ്യാസ്. ആൻഡ് എന്താ പറയാ, സിസേറിയൻ കംസ് അണ്ടർ വിച്ച് അനസ്തേഷ്യ? Regional anesthesia. At the time of providing regional anesthesia, what all things have to be monitored by the anesthesiologist? എന്തൊക്കെയാണ് മോണിറ്റർ? Heart rhythm, temperature, level of consciousness, amount of oxygen in the blood. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും പഠിക്കുന്നത് വീട്ടിൽ നിന്ന് മനസ്സിലായി. ചോദിച്ചപ്പോ എല്ലാവരും ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ മോക്ക് ടെസ്റ്റിന്റെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അന്നേരം ടീച്ചേഴ്സ് മെയിൻ എക്സാമിന് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ വരിക? അതെ, അതിനാണല്ലോ നമ്മൾ അങ്ങനെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നേ. നിങ്ങൾ അതൊന്ന് നിങ്ങൾ നന്നായിട്ട് നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യിപ്പിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ എക്സാമിന്റെ ഫോർമാറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ നമ്പറാണ് വ്യത്യാസം ഉണ്ടാകുക. മൊഡ്യൂൾസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള എക്സാംസിൽ 60 മാർക്കായിരിക്കും. ഫൈനൽ എക്സാമിന് 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്, ദാറ്റ് മീൻസ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇംഗ്ലീഷ് ഇൻക്ലൂഡിംഗ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഉൾപ്പെടെയാണ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അതുപോലെ മൊഡ്യൂൾസ് തിരിച്ച് ഉള്ള എക്സാംസിലും ഉണ്ട് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതനുസരിച്ച് ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. നമ്മൾ തരും,
ടൈം ടേബിൾ തരും. നമ്മൾ അടുത്തൊരു പുതിയ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആ ഒരു കുറച്ച് സമയം എടുത്ത് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴേക്കും ഇപ്പം നമുക്ക് തുടങ്ങേണ്ടി വന്നു. അപ്പൊ ആ ഒരു പുതിയ ബാച്ച് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ടീച്ചേഴ്സിന്റെ ടൈമുകളൊക്കെ ഒന്നും കൂടി സ്കെഡ്യൂൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ടൈം ടേബിൾ തരാൻ വൈകുന്നേരം. വേറെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ടൈം ടേബിൾ തരാതിരിക്കുന്നത് മനഃപൂർവ്വമല്ല, അതിന്റെ കുഴപ്പം കൊണ്ടാണ്. ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ നമ്മൾ അടുത്തൊരു പുതിയ ബാച്ച് ഇപ്പൊ തന്നെ മറ്റന്നാൾ മീൻസ് എന്താ പറയാ ട്യൂസ്ഡേ 25th പുതിയത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിലേക്ക് കൂടി പിന്നെ ടീച്ചേഴ്സിനെ ഇങ്ങനെ അലോട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മള് പുതിയ ടീച്ചേഴ്സും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ ടൈം ടേബിൾ അതിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലാണ്. ഓക്കെ, സോ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഇറ്റ് വിൽ ബി സെൻഡ് ടു യു. അത് നിങ്ങൾക്ക് കിട്ടും, കുഴപ്പമൊന്നുമില്ല. സോ നമ്മളിനി ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. അതെ, നിങ്ങൾക്ക് തന്നെ മോർണിംഗ് സെഷനിലെ ബാച്ച് ഉണ്ടല്ലോ. അപ്പൊ ഇനി അവിടെ അവർക്ക് ഞാൻ എടുത്തത് നിർത്തിയത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് വരെയാണേ. അപ്പൊ ഞാൻ അത് പറഞ്ഞോ ഇല്ലേന്ന് ഉച്ചയ്ക്കുള്ള സെക്ഷൻ ചിലപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് നീണ്ടു പോകുമ്പോൾ നമ്മൾ രണ്ടും ഒപ്പം കീപ്പ് ചെയ്ത് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ച്. നമ്മളെല്ലാവരും അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ മോർണിംഗ് സെഷനിലും ഉച്ചക്കലത്തെ സെഷനിലും ഒരേപോലെ നമ്മൾ ക്ലാസ് എടുത്ത് പോകാനാണ്. ഇനി എങ്ങാനും ചിലപ്പോൾ പറഞ്ഞ് പോകുമ്പോ ചിലപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ അതിന്റെ റിപ്ലൈ ഒക്കെ തന്നു വരുമ്പോ ചിലപ്പോൾ ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത്. അവിടെ വരെയാണോ എന്ന് 2-3 ചോദിച്ചതിന്റെ അർത്ഥം അതാണ്. അപ്പൊ എല്ലാവരും കുറെ പേര് സപ്പോർട്ട് ചെയ്തു. അതേ അനസ്തേഷ്യോളജി വരെ എടുത്തിരുന്നു. എനിക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് വരെ എടുത്തതാണ് എന്റെ ഒരു ഓർമ്മ. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ ഞാൻ എന്താ പറയാ എനിക്കൊരു സംശയമായി. ഇനി ഞാൻ മോർണിംഗ് സെഷനിൽ മാത്രം അവിടെ വരെ എടുത്തുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ വരെ എത്തിയപ്പോഴേക്കും ടൈം തീർന്നു പോയോ എന്ന് ചോദിച്ചത് അതിന്റെ കാരണം കൊണ്ടാണ്. ഓക്കെ, CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ICU പറഞ്ഞു എന്നാണ് കുറെ പേര് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ കേട്ടില്ല. അതാണ് ഞാൻ 2 പ്രാവശ്യം എടുത്തു ചോദിച്ചത്. അനസ്തേഷ്യോളജി വരെയാണോ പറഞ്ഞത്? CCUവിന്റെ നോട്ട് തന്നില്ല എന്ന് പറഞ്ഞു. CCUല് പ്രത്യേകിച്ച് നോട്ടൊന്നും ഇല്ല നമുക്ക് എഴുതാനായിട്ട്. ഓക്കെ, CCUല് നമുക്ക് എന്തൊക്കെയാണ്? അപ്പൊ CCU എന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതാണ്. എന്താണ് വിചാരം നെയിംസ് ഫോർ CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? CCU, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നുണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പിന്നെ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നുണ്ട്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നൊക്കെ അതിന് പേരുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് എമർജൻസി റൂമിൽ നിന്നും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്നൊക്കെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവിടെ ഫ്യൂ നമ്പർ ഓഫ് ബെഡ്സേ ഉണ്ടാകുള്ളൂ, വളരെ കുറച്ച് ബെഡുകളുടെ എണ്ണമാണ് ഉണ്ടാകുക. സം പീപ്പിൾസ് CCUവിൽ മാത്രമല്ല അല്ലെങ്കിൽ ICUവിലേക്ക് മാത്രമല്ല, സം പീപ്പിൾസ് നീഡ് ഐസൊലേറ്റഡ് റൂംസ് അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷൻ കുറച്ചുകൂടി കൂടുതൽ കിട്ടേണ്ട പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെട്ട മുറികളിലേക്കും ചിലപ്പോഴൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ പറഞ്ഞ കാര്യം, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ വിച്ച് ഇൻക്ലൂഡ് അവരുടെ കൂടെ തന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് നഴ്സസ് ഉണ്ടായിരിക്കും, പിന്നെ അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കും, പിന്നെ ഡയറ്റീഷ്യൻസും ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇവരെ തന്നെയാണ് 2 ക്ലാസ്സിൽ ഒപ്പം നിർത്തിയത്. ഓക്കെ, നീ അത് എക്സ്പ്ലെയിൻ ചെയ്തോ? അപ്പൊ CCU കേൾക്കാത്തവരായിരുന്നോ ബാക്കിയുള്ളവര്? CCU ഞാൻ പറഞ്ഞത് കേട്ടില്ല കഴിഞ്ഞ ക്ലാസ്സില്? എനിക്കിപ്പോ ഓർമ്മ വന്നോ? എടുത്തൂന്ന് റിപ്ലൈ തരൂ. ഓക്കെ, ശരിയാണ്. അതെടുക്കണ്ട മിസ്സേ. ഓക്കെ, എടുക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. സോ നമ്മൾ നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്. നീക്കും പറഞ്ഞു പറയോ? പറഞ്ഞോ, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഡെർമറ്റോളജി. സൗണ്ട് എന്ത് സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് വരുന്നില്ലേ? നിങ്ങൾ കുറച്ച് ലാഗ് ചെയ്താണ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തോ സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സൗണ്ടിന് അത്ര ക്ലിയർ തോന്നുന്നു. Okay, so next department we are going to study. ഏതിനെ കുറിച്ച് നോട്ട് തന്നതാണെന്ന് എനിക്ക് ഒരു കാർഡിയോളജിയില് പെട്ട ബയോകാർഡിയൽ ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞതാണല്ലോ. അതിന്റെ നോട്ട് തന്നില്ല, ഇനി വരുമ്പോ തരാന്നല്ലേ മിസ് പറഞ്ഞേ. നോട്ട് തന്നിട്ടില്ല പിള്ളേരെ എന്ന് പറഞ്ഞേ.
ഇല്ല തന്നിട്ടില്ല. അനസ്തീഷ്യോളജിയുടെ അല്ല ചോദിക്കണേ, കാർഡിയോളജിയുടെ നോട്ട് തന്നോ? തന്നിട്ടില്ല. തന്നിട്ടുണ്ട് മാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്യാതെ അടുത്ത ക്ലാസ്സിലേക്ക് വെക്കണ്ട. നമ്മളത് അതിനകത്ത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ പറയാ, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, CAD, ആൻജൈന, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ നോട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി തീർന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ അനസ്തേഷ്യോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നത്തിങ് ടു റൈറ്റ്, ഈ പറഞ്ഞ നോട്ടേ ഉള്ളൂ. അതിനകത്ത് മാത്രമേ, കാർഡിയോളജിയിൽ കുറച്ച് കൂടുതൽ നമുക്ക് അറിയേണ്ട, പുറത്തുനിന്ന് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അതിന്റെ നോട്ട് തന്നെ. ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും അനസ്തേഷ്യോളജിയിലും ഒന്നും നമുക്ക് പ്രത്യേകിച്ച് എഴുതാനില്ല നോട്ട്. വിച്ച് ഈസ് ഗിവൺ ഇൻ യുവർ നോട്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ നോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ വീണ്ടും അവിടെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി ആരൊക്കെയോ അവിടെ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. നോട്ട്സ് തന്നില്ല, അടുത്ത ക്ലാസ്സിലാ തന്നേന്നൊക്കെ തരാന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അത് അതിന് മുന്നത്തെ ക്ലാസ്സിലാ പറഞ്ഞേന്ന് തോന്നുന്നു, അടുത്ത ക്ലാസ്സിൽ തരാന്ന്. ഇപ്പൊ ഓൾറെഡി അത് കഴിഞ്ഞു. അത് വെനസ്ഡേയിലെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിക്റ്റേറ്റ് ചെയ്ത കാര്യമാണ്. സോ നമ്മൾ ഈ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഡാൻസ് വിത്ത്? എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജിയിൽ വരുന്നത്? നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു അവർ സ്കിൻ, hair, nails, and also it provides advanced healthcare issue for cosmetic problems. അല്ലെ, അത് കോസ്മെറ്റിക് സംബന്ധമായിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പണ്ടൊക്കെ ഡെർമറ്റോളജിയിൽ ഈ സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു അല്ലെ. അപ്പൊ പക്ഷെ ഇന്ന് അത് എന്താ പറയാ, സ്കിന്ന് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമല്ല, നെയിൽസ്, അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെർമറ്റോളജി. അതുപോലെ തന്നെ വെനേറിയൽ ഡിസീസസ് ഓൾസോ, നമ്മുടെ കോസ്മെറ്റിക് പ്രോബ്ലംസ് ഉൾപ്പെടെ തന്നെ ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരം ഡിസീസസും എന്താ പറയാ, ഗൈനക്കോളജിയുമായിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ചില ക്രമക്കേടുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് ആക്നെ, സ്കാർസ്, പിഗ്മെന്റേഷൻ, വിറ്റിലിഗോ, ഹെയർ ഫോൾ, ഹെയർ ലോസ്, പിന്നെ മോൾസ്, പിന്നെ മോൾസ് ആൻഡ് റിംഗ്ലിംഗ്, ഏജിങ് സ്കിന്ന്, ഇതൊക്കെ ഇതിനകത്ത് ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. ഇതൊന്നാണ് അതിന്റെ നോട്ട് എഴുതിയില്ലേ? ഡെർമറ്റോളജി എഴുതിയോ? ഡെർമറ്റോളജിയുടെ നോട്ട് എഴുതിയോ? അത് ഷോർട്ട് നോട്ട്. അത് മിസ് എല്ലാത്തിന്റെയും കൂടെ തന്നപ്പോ ആ കൂട്ടത്തില് തന്നതാ ഡെർമറ്റോളജി എന്ന് അതന്ന് പറയുന്നത്. എല്ലാ പറഞ്ഞപ്പോ മാത്രം അല്ലേ? അല്ലെ, ഓക്കെ ഓക്കെ. അപ്പൊ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആക്നെ എന്ന് വെച്ചാൽ മുഖക്കുരു, സ്കാർസ്, മുഖത്തുണ്ടാകുന്ന ചില അടയാളങ്ങള്, ചിലപ്പോ ചെറുതിലേക്ക് വീണിട്ട് കിട്ടിയ ഒരു അടയാളം ഒക്കെ ചിലപ്പോ വലുതായാലും ചില സമയം ഇപ്പോഴൊക്കെ അതൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പാടുകളാകാം. പിന്നെ എന്താ പറയുക, കരിവാളിപ്പൊക്കെ, പിഗ്മെന്റേഷൻ, മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, പിന്നെ വെച്ചിലേക്കോ, പാണ്ട് രോഗം, ഹെയർ ഫോള്, ഹെയർ ലോസ്, പിന്നെ നമ്മുടെ അരിമ്പാറ, പിന്നെ മറ്റേ സാധനം മറുക്, പിന്നെ നമ്മളുടെ ചുളിവുകളൊക്കെ പുറത്തുനിന്നൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ. ചില എന്താ പറയാ കൺട്രിയിലൊക്കെ ജനങ്ങൾക്കൊക്കെ എന്താ പറയാ അവരുടെ ഗ്ലാസി സ്കിന്നൊക്കെ ആയിട്ട് വരുന്നതിന് ഒത്തിരി ട്രീറ്റ്മെന്റുകളൊക്കെ ആ രീതിയിലൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ട് ഇന്നൊക്കെ. അപ്പൊ അതൊക്കെ എന്താ പറയാ നമ്മളുടെ ഈ ഒരു ഡെർമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു വാസ്റ്റ് ഏരിയ തന്നെ ഇത് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു അപ്രോച്ച് ദ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്സ്. നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും. അത് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇത്തിരി കോസ്റ്റ്ലി ആണ്. ബിക്കോസ് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ നമ്മളുടെ കോസ്മെറ്റിക് പ്രോബ്ലംസിന്റെ ഭാഗത്ത് വരുമ്പോൾ ഒത്തിരി കോസ്റ്റ്ലി ആണ്. കാരണം കുറച്ചുകൂടി അപ്പിയറൻസ് ഒക്കെ നമ്മളുടെ അപ്പീലിംഗ് രീതിയിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചില ആൾക്കാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് സമീപിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയതുകൊണ്ട് തന്നെ മോൾസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാക്കപ്പുൾ, മറുകില്ലേ നമ്മള് ഈ SSLC രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 മറുക് കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറയാറുണ്ടായില്ലേ പണ്ടൊക്കെ. ഞങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്, നിങ്ങളൊന്നും കാണിച്ചു കൊടുക്കത്തില്ല.
അതാണ് മോൾസ്. അപ്പൊ നിങ്ങളുടെ ഫേസിലെ ലെഫ്റ്റ് സൈഡിലെ ഒരു മോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ എഴുതി വെക്കുക, എന്നിട്ട് അവരത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. ഇന്നതൊക്കെ ചില ആൾക്കാർക്ക് ചില സ്ഥലത്ത് വേണമെന്നും ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ റിമൂവ് ചെയ്ത് കളയണമെന്നും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡെർമറ്റോളജിയിൽ നമ്മുടെ ഈ എന്താ പറയുക ഫിലിം സ്റ്റാർസ് ഒക്കെ ആക്ട്രസുകളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഇത്തരം മാർക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് മോൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഇത്തരം ചില ബ്യൂട്ടി സ്പോട്ടുകളുണ്ട്, കുഞ്ഞു ഭാവങ്ങൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമല്ലോ ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി കൊടുക്കും അല്ലെ, കറുപ്പ് കരിമേശയൊക്കെ വെച്ചിട്ട് കുത്തി കൊടുക്കും. എന്നാൽ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് അവിടെ വേണമെന്ന് വെച്ചിട്ട് അത് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ആ ഒരു പ്രത്യേക ഭാഗത്തൊക്കെ ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ വരുമ്പോ അവർക്ക് ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഒരു അടയാളമായിട്ടേ അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് റിമൂവ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ നമുക്കത് വേണ്ട, അത് നമുക്കൊരു അഭംഗിയാണ്, നമ്മളുടെ ബ്യൂട്ടിക്ക് ഒരു തടസ്സമാണ് എന്ന് തോന്നുന്നത് റിമൂവ് ചെയ്ത് അറിയുന്നവരുണ്ട്. അതൊക്കെ ഈ ഒരു വിഭാഗത്തിലായിരിക്കും, ഡെർമറ്റോളജിയിലാണ്. അപ്പൊ ദിസ് ഈസ് ദ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിന്റെ നോട്ട് നമുക്ക് ഉണ്ട്. കുറച്ച് വാക്കുകൾ ഏതാണെന്ന് ചിലർക്ക് മനസ്സിലായിട്ടില്ല. ആക്നെ, ആക്നെ എന്ന് പറഞ്ഞാൽ എന്താ? പിമ്പിൾസ്, മുഖക്കുരു, സ്കാർസ്, അടയാളം. പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് കരുവാളിപ്പ്, വെറ്റിലഗോ, ഈ പാട്ടുരോഗം പോലത്തെ. പിന്നെ ഹെയർ ഫോള്, ഹെയർ ലോസ് ഒക്കെ അറിയാം. മോൾസ് എന്ന് പറഞ്ഞാൽ മറുക്, വാട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിമ്പാറ. ഓക്കെ, റിംഗ്ലിംഗ് എന്ന് വെച്ചാൽ ചുളിവുകളൊക്കെ, ഏജിങ് സ്കിൻ, അതായത് നമ്മൾ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ആ സ്കിന്നിനുണ്ടാകുന്ന മാറ്റം, ഇതൊക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിന്റെ വേർഡ്സിന്റെ മീനിങ്സ് പറഞ്ഞുതരാം, ബാക്കിയൊന്നും പറയാനില്ല. വേർഡിന്റെ മീനിങ്ങുകൾ ചിലപ്പോൾ ചിലർക്ക് അറിയില്ലായിരിക്കും, അത് മാത്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രം എന്താണെന്ന് എഴുതി തരാം, അത് നോട്ട് ചെയ്യുമ്പോൾ എഴുതാം. ക്ലിയർ ആണോ? ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായോ? Okay. Yes. Yes. So let's move to the next department, ear, nose and throat. ENT എന്ന് പറയുന്ന അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. See, as the name indicates, it deals with the problems of ear, nose and throat. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെ അങ്ങനെയാ, ear, nose and throat. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മളുടെ ഇയറിനും നോസിനും ത്രോട്ടിനും ഒക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇതിന് എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഈ ഒരു മേഖലയിൽ എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ല് നേടിയ ട്രെയിൻഡ് ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക. ഇയർ, നോസ്, ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇയറിന്റെയും നോസിന്റെയും ത്രോട്ടിന്റെയും ഒക്കെ സ്ട്രക്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഘടനയ്ക്കൊക്കെ ചിലപ്പോ മൂക്കിനും ഒക്കെ പാലത്തിനും ഒക്കെ വളവ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സ്ട്രക്ചറിൽ ഒരു വേരിയേഷൻ വരും. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഫേസിലുണ്ടാകുന്ന ഓരോ നമ്മുടെ കണ്ണ്, മൂക്ക്, വായൊക്കെ ഇരിക്കുന്നതിനൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലെ. അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ട് ഒരു ചെരിവോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് നമ്മളുടെ അപ്പിയറൻസിനെ ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് അത്തരം സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ആ ഡീവിയേഷൻസ് ഒക്കെ നമുക്ക് മാറ്റാനൊക്കെ ആയിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ENT സർജൻ ആണ് ഇത്തരം എന്താ പറയുക സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ, അതായത് ENT ഉണ്ടാകുന്ന സർജറി പ്രോസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ENT സർജൻ അല്ലെങ്കിൽ ENT സർജൻ ആണ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത്. ഒട്ടോലറിംഗോളജിസ്റ്റ് എന്നാണ് അവരെ നമ്മൾ വിളിക്കുക. ENT സർജൻ സ്പെഷ്യലിസ്റ്റിനെ വിളിക്കുന്ന പേര് ഒട്ടോലറിംഗോളജിസ്റ്റ് എന്നാണ്. അതായത് ഈ ഇയറിനോ നോസിനോ ത്രോട്ടിനോ അതിന്റെ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇഫ് ദർ ഈസ് എനി സർജറി നീഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സർജറി ഉണ്ടെങ്കിൽ they will be referred to the ഓട്ടോലറിംഗോളജിസ്റ്റ്. ഇത്തരം എന്താ പറയാ ENT സർജന്റെ കയ്യിലേക്കായിരിക്കും അല്ലെങ്കിൽ അവരിലേക്കായിരിക്കും റെഫർ ചെയ്യുക സർജറി ആവശ്യമുള്ളവരെ. ഇനി നമ്മളുടെ ഇയേഴ്സ്, പിന്നെ നേസൽ പാസേജ്, നമ്മുടെ എന്താ പറയാ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ അതിങ്ങനെ കടന്നു പോകുന്ന പാസേജ് മുഴുവൻ ഉണ്ടല്ലോ, ആ പാസേജിൽ എവിടെയെങ്കിലൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ വോയിസ് ബോക്സിന്, അതായത് സയൻസസ് ലാറിങ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വോയിസ് ബോക്സ്. വോയിസ് ബോക്സിന് ഉണ്ടാകുന്ന ക്രമക്കേടുകൾ, ഡീവിയേഷൻ, സൗണ്ട് ഭയങ്കരമായിട്ട് ഇല്ലാതായി പോവുക ചില ആൾക്കാർക്ക് ചില സീസൺസിലൊക്കെ വരും. അത് കൂടാതെയും ചില ആളുകളുടെ സൗണ്ടുകളിൽ പെട്ടെന്ന് സൗണ്ട് മാറിപ്പോകുക അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ പോകുക, അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഓറൽ ക്യാവിറ്റി, നമ്മുടെ മൗത്തിൽ വായിക്കകത്തുണ്ടാകുന്ന എന്താ പറയുക നമ്മുടെ പല്ലുകളുടെ പോട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ത്രോട്ട് പ്രോബ്ലംസ്, നമ്മളുടെ നെക്ക്, ഫേസ്, കഴുത്തിന്റെയും അതുപോലെ മുഖത്തിന്റെയും ഒക്കെ ഘടന സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം തന്നെ ഇയർ, നോസ്, ത്രോട്ട് എന്ന് പറയുന്ന ENT വിഭാഗത്തിലാണ് എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നത്. ഇൻക്ലൂഡിംഗ് സർജറി, സർജറി ഉൾപ്പെടെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത്, അടുത്ത ട്രീറ്റ്മെന്റുകൾ. ഇനി ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് വേരിയസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയിൽമെന്റ്സ്. ഒത്തിരി വേറെ ട്രീറ്റ്മെന്റുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ആ നമ്പർ ഇട്ട് ഓരോന്നോരോന്ന് കൊടുത്തിരിക്കുന്നത്. ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ്, കോമൺ ആയിട്ട് നമുക്കുണ്ടാകുന്ന ചെവി ചൊറിച്ചിലോ ചെവി വേദനയോ സാധാരണ ചെവിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നോസില് ത്രോട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് ട്രീറ്റ് ചെയ്യും. പിന്നെ എന്താ പറയാ നെക്ക് ലംസ്,
ഈ എന്താ പറയാ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ചില ഒരു ലംബ് പോലെ, അതായത് ഒരു തടിപ്പ് പോലെയൊക്കെ വരും. അത് ചിലപ്പോ ചിലർ വിചാരിക്കും ഇങ്ങനെ തടിച്ചു വന്നു കഴിഞ്ഞാൽ അത് മുഴയും അതൊക്കെയാണെങ്കിൽ മേ ബി ക്യാൻസറസ് എന്ന് വിചാരിക്കും. അത് എല്ലാം തന്നെ ക്യാൻസറസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്യാൻസർ അല്ലാത്ത മുഴകളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാ ട്യൂമേഴ്സും ഇതുപോലെ എന്താ പറയാ ഇത്തരം ക്യാൻസറസ് ആകണം അല്ലെങ്കിൽ ഹാർംഫുൾ ആകണം നമ്മുടെ ഹെൽത്തിന് ഇല്ല, അർത്ഥമില്ല. അല്ലാത്തതും ഉണ്ട്. അപ്പൊ അല്ലാത്തതാണെങ്കിൽ ഹാർംലെസ് ആണ് എങ്കിൽ നമുക്ക് ഉപദ്രവമൊന്നും ഇല്ലായെങ്കിലും ജസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഹാർംഫുൾ ആണോ എന്ന് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തണം. ഇനി അത് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തേണ്ടി വരും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് നെക്ക് ലംസ് ആണ്, അത് തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന വലിയ മുഴകളൊക്കെയാണ് കഴുത്തിലൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ക്യാൻസേഴ്സ് ഓഫ് ഹെഡ് നെക്ക് ഏരിയ, തലയുടെയും കഴുത്തിന്റെ ഒക്കെ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ, അതും ഈ ഒരു വിഭാഗത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് അറിയില്ലാത്ത ചില കാര്യങ്ങൾ കൂടി ആഡ് ഓൺ ചെയ്യാണ് ഈ ഒരു ടോപ്പിക്കിനൊപ്പം തന്നെ. ചിലപ്പോ ഇതൊക്കെ നമുക്ക് അറിയോ, ഈ വിഭാഗത്തിലായിരിക്കണോ കാണിക്കണ്ടേ എന്നൊക്കെ നമുക്ക് ചിലപ്പോ സംശയങ്ങൾ വരും. അപ്പൊ ഇത്തരം എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് എന്തെങ്കിലും ഇത്തരം സംശയങ്ങളൊക്കെ ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ മുഴകൾ കഴുത്തിന്റെ അവിടെയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു ദിസ് ഡിപ്പാർട്ട്മെന്റ്, നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോകാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ എന്താ പറയാ ക്യാൻസേഴ്സ് ഹെഡ് നെക്ക് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവിടെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളൂ. ആ പോയിന്റ് ഒരുത്തം തന്നെയുള്ളൂ. അത്തരം ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സും ഓൾസോ വിൽ ബി ട്രീറ്റഡ് അണ്ടർ ദിസ് ENT ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താ ടിയർ ഡക്ട് പ്രോബ്ലംസ്, അത് മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു മേഖലയിൽ കൊടുക്കുന്നത്, ഈ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടിയർ ഡക്ട് പ്രോബ്ലം. അതായത് ഇല്ലേ നമ്മള് എന്താ പറയാ ഉള്ളി എറിയുമ്പോ സങ്കടം വരുമ്പോ ഒക്കെ നമ്മൾ കരയുമ്പോ എന്ത് പറയാം, കണ്ണുനീര് വരും. പക്ഷെ ചില ആളുകൾക്ക് എത്ര ഇതുപോലെയുള്ള ഫീലിങ്സ് ഉണ്ടായാലും അവരുടെ കണ്ണുനീര് ഇങ്ങനെ എന്താ പറയാ പെട്ടെന്ന് ഇങ്ങനെ വരാതിരിക്കുന്നു, അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം ഉണ്ടാകും. അപ്പൊ അത്തരം പ്രോബ്ലംസ് ഉള്ളവരെ, അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, അത്തരം ആ പ്രോബ്ലംസിനെയാണ് നമ്മൾ ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് വിളിക്കുക. ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് അണ്ടർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിനെ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് എന്താ പറയാ ക്ലിയർ ചെയ്യപ്പെടുന്നത്. അതായത് ഈ ഡക്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ണുനീര് വരേണ്ട ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതിൽ കൂടി ഒരു പ്രോബ്, ഒരു എന്താ പറയാ ഒരു എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ എന്താ പറയാ മെഡിസിൻസ്, ഈ സ്റ്റെറൈൽ വാട്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ എന്ത് ചെയ്ത് ഇതിനകത്തേക്ക് ഫ്ലഷ് ചെയ്തിട്ട് ആ ഒരു പാത്വേ ക്ലിയർ ആക്കി കണ്ണുനീര് പുറത്തേക്ക് വരുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നു. ആ ഒരു സൊല്യൂഷൻ അതാണ്. ടിയർ ഡക്ട് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ENT ഡിപ്പാർട്ട്മെന്റിലാണ്. ഭയങ്കര സ്പീഡ് കൂടുതലാണ് കേട്ടോ, പലർക്കും മനസ്സിലാവുന്നുണ്ട്. പുറത്തൊന്ന് സ്പീഡ് ഒന്ന് കുറയ്ക്കുമെന്ന്. സ്പീഡ് കൂടുതലാണ്. ഭയങ്കര സ്പീഡാണ്. ആണോ? ആ ബാക്കിയുള്ളവര് ഒന്ന് പറയുക ആരെങ്കിലും. അതെ, ഭയങ്കര സ്പീഡാണ് പറയണത്. ആണോ? ഓക്കെ, അപ്പൊ ഞാൻ കുറയ്ക്കാം. അപ്പൊ ആദ്യം തുടങ്ങി പറയണം. ENT ഒന്നും കൂടി പറയുമോ? പറയാം. ഓക്കെ, അപ്പൊ ENT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് ഈസ് ഫോർ ദ പ്രോബ്ലംസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നമ്മുടെ കണ്ണിനും അതുപോലെ നമ്മുടെ ഇയറിനും നോസിനും ത്രോട്ടിനും വേണ്ടിയിട്ടുള്ള അത്തരം പ്രശ്നങ്ങൾക്ക്, ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ അവിടെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT എന്ന് പറയുന്നത്. ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ദ സർജറി പ്രൊസീജിയേഴ്സ്, ഇതിന്റെ സർജറി നടത്തുന്നത് ആ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആകണമെന്നില്ല. ആ സർജറീസ് ഒക്കെ നടത്തുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ENT സർജൻ ആണ്. ആ ആളെ വിളിക്കുന്ന പേരാണ് ഓട്ടോലറിംഗോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന പ്രത്യേക മേഖലകളെ കുറിച്ചിട്ടാ പറഞ്ഞ നോസ്, നെയ്സൽ പാസേജ്, നമ്മുടെ മൂക്ക്, നമ്മൾ ശ്വസിക്കുന്ന ആ ശ്വാസം കടന്നു പോകുന്ന ഒരു പാസേജ് ഉണ്ടല്ലോ, ആ പാസേജിലൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലംസ്. പിന്നെ നമ്മുടെ സൈനസസ്, ലാരിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് ബോക്സ് ആണ്. വോയിസ് ബോക്സിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകള്,
എന്ന് പറയുമ്പോൾ വോയിസ് ചിലപ്പോൾ ഡൗൺ ആയി പോകാം, തീരെ വോയിസ് ഇല്ലാതെയൊക്കെ ചില ആളുകളിലേക്കൊക്കെ പോകാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും ഈ എന്താ പറയാ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT. പിന്നെ മാത്രമല്ല നമ്മുടെ ഓറൽ ക്യാവിറ്റി, ഈ പല്ലുകളിലേക്ക് ഉണ്ടാകുന്ന വലിയ കോണുകൾ അത് മാറ്റുന്നത്, പിന്നെ മൗത്തില്, അതുപോലെ ത്രോട്ട് പ്രോബ്ലംസ്, ആൻഡ് ഓൾസോ നെക്ക് ഫേസിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറിലുള്ള ഡീവിയേഷൻസ്. നമ്മുടെ ഘടനയുണ്ട്, നമ്മുടെ മൂക്കൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു രീതിയിലാണ് അത് എന്താ പറയാ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ചില ആളുകളിൽ ജനിക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നീടൊക്കെ നമുക്ക് ആ ഒരു വ്യതിയാനം, മൂക്കൊക്കെ ചിലപ്പോ വളർന്നിരിക്കുക, മൂക്കിന്റെ പാലൊക്കെ വളർന്നിരിക്കുന്നത് പോലെ ആ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ, അത്തരം കാര്യങ്ങൾക്കൊക്കെ ട്രീറ്റ്മെന്റ് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ENT എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇത് കൂടാതെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ് ഈ താഴെ പറയുന്ന ഓരോന്നും. ആ എഴുതിയിരിക്കുന്ന ആ ഒരു പാരഗ്രാഫിൽ ഇനി എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയിട്ട് പറയും, ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് ഈ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന ഒന്ന് വായിക്കോ, പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എന്താ പറയാ മനസ്സിലാകായ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. Any doubts? ഓക്കെ, സോ നെക്സ്റ്റ്. അപ്പോ ഈ ENT-യില് ഇത് കവർ ചെയ്യുന്ന മറ്റ് ഏരിയാസ് ആണ് ആ എടുത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ജനറൽ ഇയർ നോസ് ത്രോട്ട് പ്രോബ്ലംസ്. നമ്മളുടെ സാധാരണ ചെവി, മൂക്ക്, തൊണ്ട ഇവയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ചെവി വേദന വന്നു, ചെവിയിൽ ചൊറിച്ചിൽ വന്നു, മൂക്ക് എന്താ പറയാ ശ്വാസം എടുക്കുമ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മൂക്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ മൂക്കൊണ്ടൊക്കെ സംസാരിക്കും, മൂക്കിൽ ദശ വളരുക, അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യതിയാനം, ത്രോട്ട്, തൊണ്ടവേദന, തൊണ്ടയ്ക്ക് ചൊറിച്ചില്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയാ വിഴുങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റീച്ച് ദ ENT ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ നെക്ക് ലംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ തൊണ്ടയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുക. അത് ചിലപ്പോൾ ചിലർക്ക് അപ്പൊ ഭയങ്കര ഡൗട്ട് വരും, തൊണ്ടയിലൊക്കെ ഇങ്ങനെ മുഴ പോലെയൊക്കെ വന്നു കഴിയുമ്പോൾ അത് ക്യാൻസറസ് ആകണം. എല്ലാ മുഴകളും ക്യാൻസറസ് അല്ല, അത് ചിലതൊക്കെ ഹാംലെസ് ആയിട്ടുള്ള നമുക്ക് വലിയ ശരീരത്തിന് ദോഷം ഉണ്ടാകുന്നതല്ല, ചില അബ്നോർമൽ ഗ്രോത്തുകളാണ്. അത് ചില ഹോർമോൺസിന്റെ ഒക്കെ പ്രത്യേകതകൾ കൊണ്ട് ചിലരില് ചില അബ്നോർമൽ ഗ്രോത്തുകൾ വരും, ഇത്തരം മുഴകളായിട്ടൊക്കെ ചിലപ്പോൾ ഫോം ചെയ്യും. അത് ചിലതൊക്കെ ഹാർംഫുൾ ആണ്, ചില നമുക്ക് ഉപദ്രവകാരിയാണ്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്താലൊക്കെയാണ് മനസ്സിലാക്കുക whether it is cancer or not. അതൊക്കെ അതിനുള്ള ടെസ്റ്റും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരം നെക്ക് ലംസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ENT ഡോക്ടറെ കാണുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് അതിനുള്ള കാര്യങ്ങൾ വിശദീകരണങ്ങളൊക്കെ നമുക്ക് തന്ന് ഇഫ് എനി ടെസ്റ്റ് ഈസ് നീഡഡ് അവർ അതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അത് ഏത് രീതിയിലുള്ള എന്താണ് എന്നുള്ളതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ക്യാൻസേഴ്സ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, തല അതുപോലെ തന്നെ കഴുത്ത്, ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് ദാറ്റ് ഓൾസോ ഈസ് ട്രീറ്റഡ് അണ്ടർ ENT-യിലാണ് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. പിന്നെ പറഞ്ഞതാണ് ടിയർ ഡക്റ്റ് പ്രോബ്ലം, ദാറ്റ് മീൻസ് നമ്മളുടെ കണ്ണുനീര് വരാത്ത ഒരു പ്രശ്നം. അത്തരം പ്രശ്നങ്ങൾ അതും പരിഹരിക്കപ്പെടും, അതും ENT-യിലാണ്. കാരണം തലയുടെ അതിനകത്താണല്ലോ ഈ കണ്ണെന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് ബോഡി വന്നേക്കണേ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കണ്ണുനീര് പുറത്തേക്ക് വരുന്നില്ല, വലിയ പ്രശ്നമാകും. ചില എന്താ പറയാ നമുക്കിപ്പോ സങ്കടം വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എരിയുമ്പോൾ എരിവുള്ളത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ണീന്നൊക്കെ അറിയാതെ വെള്ളം വരുമല്ലോ. അത് വരാതിരിക്കുന്നത് കൊണ്ട് ചില ആളുകൾക്ക് പല പ്രശ്നങ്ങളും അവർ ഫേസ് ചെയ്യുന്നുണ്ടാകും. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
കൺസൾട്ട് ചെയ്യണം ഡോക്ടേഴ്സിനെ. അപ്പൊ അവരത് റിമൂവ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ഫെസിലിറ്റി ഈ ഒരു ENT ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ടിയർ ഡക്റ്റില്, ഡക്റ്റ് മീൻസ് അതൊരു ഓപ്പണിംഗ് ആണ്, കണ്ണുനീര് പുറത്തേക്ക് വരേണ്ട ഒരു ഭാഗം, ആ തുറന്ന സ്ഥലം, അതിലേക്കൂടി എന്ത് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ അതിലേക്ക് പുഷ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് എന്ത് ചെയ്തത് കയറ്റിയിട്ട് ആ ഒരു പാത്ത് ആ കണ്ണുനീര് വരേണ്ട വഴിയെ ക്ലിയർ ചെയ്ത് വെക്കും. നമ്മുടെ എന്തെങ്കിലും തടസ്സം വന്നിട്ടാവണമല്ലോ കണ്ണുനീര് പുറത്തേക്ക് വരാതെ. എല്ലാവർക്കും കണ്ണുനീര് വരും, പക്ഷെ ചിലർക്ക് അത് പുറത്തേക്ക് വരുന്നില്ല. നമ്മുടെ ബോഡി പല രീതിയിലും പല കാര്യങ്ങൾക്കും പ്രതികരിക്കും അല്ലെ. ഒത്തിരി നമ്മളുടെ ബോഡിയിൽ തന്നെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് പുറത്തേക്ക്. എന്ത് കാര്യവും നമ്മളിപ്പോ തീയുടെ അടുത്തേക്ക് നമ്മുടെ പൊള്ളുന്ന ഒരു വസ്തുവിലേക്ക് നമ്മുടെ കൈ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ ആ അടുത്തെത്താറാകുമ്പോൾ ചൂട് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ വലിക്കും, അല്ലാതെ അവിടെ വെച്ചുകൊണ്ടിരിക്കും ഇല്ല. അപ്പൊ ആ റിഫ്ലക്ഷൻസ് അതുപോലെയുള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും എരിവുള്ളതോ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മുടെ വിക്സ് ഒക്കെ നമ്മൾ പുരട്ടുമ്പോഴും നമുക്ക് കണ്ണീന്ന് ചിലപ്പോഴൊക്കെ കണ്ണിലേക്കുണ്ട് അടുത്ത് കൂടിയൊക്കെ പോയാൽ അത് കണ്ണുനീര് വരും അല്ലെ. പക്ഷെ ചിലർക്ക് അന്നാലും വരില്ല. അതെന്തുകൊണ്ട്? അപ്പൊ ഇത്തരം പ്രശ്നങ്ങളാണ് ഇത്. കണ്ണുനീരെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ബോഡി ഫ്ലൂയിഡ് ആണ്. അത് അങ്ങനെ തന്നെ പോകേണ്ടത് പോകുക തന്നെ വേണം. അപ്പൊ അതിന്റെ ഫലമായിട്ട് ദേ മേ ഹാവ് സം പ്രോബ്ലംസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലപ്പോൾ അത്തരം ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആണ് ചെയ്തിട്ട് പ്രോബ് വെച്ചിട്ട് ഇതിനകത്തെ കൂടി എന്താ പറയാ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തഡ് ചേർത്തിട്ടുള്ള ഒരു വാട്ടർ ഫ്ലഷ് ചെയ്ത് കയറ്റി അത് ആ പാത്വേ ക്ലിയർ ചെയ്തു എന്ത് ചെയ്യുന്നു നമ്മുടെ ടിയർ പുറത്തേക്ക് വരാവുന്ന രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു. അതെന്താന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആ പ്രോബ്ലം ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുക. ടിയർ ഡക്റ്റ് പ്രോബ്ലം, കണ്ണുനീര് വരാത്ത ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് ENT-യിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് മാത്രം. ഓക്കെ, ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഓർഡേഴ്സ്. നമ്മുടെ ഇയർ ബാലൻസിന്റെ പ്രോബ്ലംസ് ഇന്ന് ഒത്തിരി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ. ഇയർ ബാലൻസ് പ്രോബ്ലം, ഇയർ ബാലൻസ് കൊണ്ട് എന്താ പറയാ പെട്ടെന്ന് തലചുറ്റൽ വരിക, എന്താ പറയാ വോമിറ്റിംഗ് വരിക, അതൊക്കെ ഇതിന്റെ ഒരു സിംറ്റം ആണ്. ചിലപ്പോൾ മിക്കപ്പോഴും കേൾക്കാം ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയാ മാറ്റമാണ് എന്തുണ്ടാകുക ഈ ഒരു ബാലൻസിങ് പ്രോബ്ലം. അതുപോലെ തന്നെ ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ENT-യിലാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ദെൻ സ്നോറിംഗ്. എന്താ സ്നോറിംഗ് കേട്ടോ? എന്താ സ്നോറിംഗ് എന്ന് പറഞ്ഞാൽ? വലിയൊരു പ്രശ്നം തന്നെയാണ്. ചില ആളുകൾക്ക് എന്താ പറയാ ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ തന്നെ അറിയില്ല. അത് കുത്തുവലി നമ്മളറിയില്ല, പക്ഷെ അടുത്ത് നിന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും, കാരണം അവരത് കേൾക്കാണല്ലോ. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ENT-യിൽ തന്നെയാണ്. ENT അലർജി പ്രോബ്ലംസ്, പിന്നെ ഇയർ ലോസ്, ത്രോട്ടിലൊക്കെ ഉണ്ടാകുന്ന അലർജി, ചില സാധനങ്ങൾ ഇടുമ്പോൾ തൊണ്ടയ്ക്കൊക്കെ ചൊറിച്ചിൽ വരാം, അതൊരു അലർജി ആകാം. എപ്പോഴെപ്പോഴും രാവിലെയോ ചിലപ്പോ വൈകുന്നേരമോ ചില സമയത്താണ്. ചില കുട്ടികൾക്ക് മിക്കപ്പോഴും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി കുറെ നേരം വരെ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ ചിലർക്ക് വൈകുന്നേരമാണ് അത്. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി. അന്നാണ് രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ എന്താ പറയാ നമ്മുടെ സൂര്യൻ കുതിച്ച് നന്നായിട്ട് വെട്ടം വെച്ച് 10 മണി 10:30 ആകുമ്പോഴേക്കും അത് മാറുന്നു. ചിലർക്ക് വൈകുന്നേരം ഈവനിങ്ങിൽ അത് തുടങ്ങും, ഒരു 6 മണിക്കോ 5 മണിക്കോ ഒക്കെ തുടങ്ങിയിട്ട് പിന്നെ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ അത് മാറും. അതൊരു തരം അലർജിയാണ്. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ. ഒത്തിരി അലർജീസ് എല്ലാവരിലും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അലർജി. പക്ഷെ ചിലർക്കൊക്കെ അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പൊ ചിലതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പല സിംറ്റമായിട്ടും പുറത്തേക്ക് കാണിക്കും. അപ്പൊ അത്തരം പ്രോബ്ലംസ് നമുക്ക് ഈ ENT-യിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, നമ്മുടെ സലൈവ, അതായത് ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന പല ഡിസീസസ് നമുക്കറിയാലോ. ഡൈജഷന് സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സലൈവ, നമ്മുടെ ഉമിനീര്. അപ്പൊ അത് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഡൈജഷനെ അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പൊ അത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓൾസോ ENT. ഇനി എന്താ പ്രശ്നം? ആരെങ്കിലും സൗണ്ട് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? എക്കോ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരെ സൗണ്ട്? റംസിയ, എന്നൊരു സൗണ്ട് മ്യൂട്ട് ചെയ്യാമോ? റംസിയ ആണോ പറഞ്ഞത്? ആരാ പറഞ്ഞ സൗണ്ട് എക്കോ വരുന്നെന്ന് പറഞ്ഞത് ആരാ? റംസിയ പറയാൻ വേണ്ടി ഓണാക്കിയതാണോ? ഓക്കെ, യെസ്. ദെൻ വോയിസ് ഡിസോർഡേഴ്സ്, നമ്മുടെ ശബ്ദത്തിന്റെ വ്യതിയാനങ്ങൾ, അത്തരം വ്യതിയാനങ്ങളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് ട്രീറ്റ് ചെയ്യുക, ENT-യിലാണ്. അപ്പൊ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, ഒരുപാട് നമ്മളുടെ ഹെഡ് നെക്ക് ഏരിയയിൽ വരുന്ന ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ വി ക്യാൻ ഫൈൻഡ് അണ്ടർ ENT ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ക്ലിയർ ആണോ? ഇപ്പൊ സ്പീഡ് കൂടുന്നുണ്ടോ? ഇനിയും സ്പീഡ് കൂടുന്നുണ്ടോ?
ക്ലിയർ ആണ്? യെസ് മാം. അപ്പൊ സ്പീഡ് കൂടാൻ തുടങ്ങി. സ്പീഡ് കറക്റ്റ് ആയോ? സ്റ്റേബിൾ ആയാ? ഞാൻ സ്പീഡ് കൂടിയത് എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് ഡെർമറ്റോളജി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്തിരി സ്പീഡ് കൂട്ടിയത്. കാരണം എന്താണെന്നറിയാമോ അതിനെന്താണെന്നറിയോ? ഡെർമറ്റോളജി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മ വന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡ് കൂടിയത്. അന്നേരം അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓൾറെഡി. ഡെർമറ്റോളജി വരെ ഇവിടെ ക്ലാസ്സിൽ എടുത്തതാ. ഐ തിങ്ക് സോ. ആണോ? ആണ്. ഡെർമറ്റോളജി എടുത്തിട്ടുണ്ടായിരുന്നില്ല? ഡെർമറ്റോളജി എടുത്തില്ല? ഇല്ല ഇല്ല. കഴിഞ്ഞ ക്ലാസ് ഡെർമറ്റോളജി എടുത്തില്ല. എടുത്തില്ല. ഇപ്പോഴാ അടുത്ത മിസ്. ആണോ? ആ ശരി. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇത്ര വരെ ഇന്നിപ്പോ പറഞ്ഞത് ഡെർമറ്റോളജിയും ENTയും മാത്രമേ ഇപ്പൊ ഇത്ര നേരം കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ. ഐ തിങ്ക് ഇത്രയും സമയം കഴിഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയോ? രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും നേരം കൊണ്ട് ക്ലിയർ ആയി മാം. ക്ലിയർ ആയിക്കണ്. ഓക്കെ, ദെൻ അടുത്ത ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോക്കാം. അടുത്ത ഡിപ്പാർട്ട്മെന്റിനോട് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നോട്ട് തരാം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? എൻഡോക്രൈനോളജി ആണ്. എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻഡോക്രൈനോളജി, ഇറ്റ് ഈസ് ദ department which deals with the study of medicines which is related to our endocrine system. എന്താ endocrine system? അന്തസ്രാവി വ്യവസ്ഥ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അന്തസ്രാവി വ്യവസ്ഥ ക്ലാസ്സുകൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ? അന്തസ്രാവി ഗ്രന്ഥി അല്ലെ? എൻഡോക്രൈനോളജി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ബോഡി ഓഫ്, അതിന്റെ മൊത്തത്തിലുള്ള പഠനം എന്ന് പറയുന്നത് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. എൻഡോക്രൈൻ സിസ്റ്റം എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എന്തൊക്കെയുണ്ട് എൻഡോക്രൈൻ സിസ്റ്റത്തില്? പാൻക്രിയാസ്, thyroid, parathyroid, pineal glands, hypothalamus, adrenal and pituitary glands, and ovaries and testes. ഈ ഇത്രയും വിഭാഗമാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഓരോ പാർട്സ്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ ഭാഗത്തെയും ട്രീറ്റ്മെന്റ് അതിന് ആസ് എ ഹോൾ നമ്മൾ പറയും എൻഡോക്രൈനോളജി എന്ന് വിളിക്കും. അതിന് എല്ലാത്തിനും വരുന്ന ട്രീറ്റ്മെന്റുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരാം. ഏതൊക്കെയാണ്? പാൻക്രിയാസ്. ആ പേരുകളൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പാൻക്രിയാസ്, thyroid, parathyroid, pineal, hypothalamus, adrenal, pituitary glands, and the ovaries and testes. Ovaries and testes ഒക്കെ അറിയാം അല്ലെ? അതായത് എന്താ പറയാ, റീപ്രൊഡക്ഷൻ, അതായത് മെന്നും വിമനും മെയില് ഫീമെയില് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഓവറീസ് ആൻഡ് ടെസ്റ്റീസ് അവരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമാണല്ലോ, അറിയാം നമുക്ക്. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന പാൻക്രിയാസ്, അതുപോലെ തൈറോയിഡ്, പാരാതൈറോയിഡ്, ഈ ഒരു മൊത്തം സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരാം. ഇതെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയാം. അത് ഓരോന്നും എന്താണെന്ന് ഞാൻ എഴുതി തരാം. ഇനി ഈ എൻഡോക്രൈനോളജി ഇറ്റ് ഡീൽസ് വിത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി. ഇത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്ന ആളുകളുണ്ട്. കാരണം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? നമ്മുടെ പ്രത്യുൽപാദനം, അതായത് നമ്മൾക്ക് പുതിയ എന്താ പറയാ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഇതിന്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയൊക്കെ എടുക്കാനായിട്ടൊക്കെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത്തരം ഒരു സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളാണ്. അത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം. അപ്പോൾ നമ്മളുടെ ഈ ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത ഹോർമോൺസ് ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വർക്ക്സ് വിച്ച് ഈസ് ക്ലോസ്ലി ടു ദ ഒഫ്താൽമോളജി. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ഒഫ്താൽമോളജി, അതായത് കണ്ണുമായി ബന്ധപ്പെട്ട കണ്ണിന്റെ കുറെ ഗ്രന്ഥികളൊക്കെ ഉണ്ടല്ലോ, ഗ്ലാൻസ് ഒക്കെ, അപ്പൊ അത്, പിന്നെ ഓങ്കോളജി, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ളത്, അതും അതുപോലെ തന്നെ ഒത്തിരി ഗ്ലാൻഡുകളിലേക്കൊക്കെ ബാധിക്കുന്ന ചില ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത്, പിന്നെ സർജറി, ഒബ്സ്റ്റട്രിക്സ്, നമ്മുടെ കുട്ടിയും അമ്മയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഡെലിവറിയുടെ ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങി ചൈൽഡ് ബർത്തിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ഉള്ള ഒരു സിസ്റ്റവുമായിട്ട് ഇതിന് ഒരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനോട് ഭയങ്കര ക്ലോസ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് സം മൾട്ടി ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെന്റ്സ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കുറച്ച് മൾട്ടി ആയിട്ടുള്ള കുറച്ച് അധികം വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റം അല്ലാതെ
എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന പാൻക്രിയാസ് ഗ്ലാൻഡുകൾ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതൈറോയിഡ്, പിന്നെ എന്താ പറയാ നമ്മുടെ ഹൈപ്പോതലാമസ്, പാരാതൈറോയിഡ് ഗ്ലാൻഡുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ പിന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഡയബറ്റീസ് അല്ലെ, ഷുഗർ പ്രോബ്ലംസ്, അതും ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അവിടെ എന്താ പറയാ ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഷുഗർ ഒക്കെ. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകൾ, ന്യൂട്രീഷൻ പ്രോബ്ലംസ്, നമ്മുടെ ന്യൂട്രീഷന്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, പിന്നെ എന്താ ഓസ്റ്റിയോപോറോസിസ്, അതായത് ബോൺ ഡിസോർഡേഴ്സ്, കാൽഷ്യക്കുറവ് കൊണ്ടുണ്ടാകുന്ന അസ്ഥി ക്ഷയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ബോൺ ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ എല്ലിനൊക്കെ ബലമില്ലാതെ വരിക, എല്ല് പൊടിച്ചിലൊക്കെ വരിക, അത്തരം പ്രോബ്ലംസ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, അതും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഗൊണാഡ്, ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയാണത്. തൈറോയിഡ് ഡിസോർഡേഴ്സ്, തൈറോയിഡ് ടു ലോ ആകാനും പാടില്ല, ടു ഹൈ ആകാനും പാടില്ല. ഒരു നോർമൽ സ്റ്റേജ് ഉണ്ട് ഇതിന്. അത് ടു ലോ ആയി കഴിഞ്ഞാൽ അതും പ്രോബ്ലം ആണ്. ഇറ്റ് ഈസ് ടു ഹൈ, അത് ഒത്തിരി കൂടുതലായി കഴിഞ്ഞാലും പ്രശ്നമാണ്. നോർമൽ സ്റ്റേജിലെ തൈറോയിഡ് പാടില്ല. അപ്പൊ അത്തരം ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യും. ട്രാൻസ്ജെൻഡറും ഇന്റർസെക്സ് മെഡിസിൻസും, ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊരു ജെൻഡറിലേക്ക് മാറുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങൾ അവർ ഈ പറയുന്ന ശരീരഘടനയിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഈ ഒരു വിഭാഗത്തിലായിരിക്കും കൊടുക്കുക. പിന്നെ സെക്സുകളുമായിട്ടുള്ള മെഡിസിൻസ്, ട്രാൻസ്പ്ലാന്റേഷൻസ്, പല രീതിയിലുള്ള ട്രാൻസ്പ്ലാന്റേഷൻസും ഈ ഒരു വിഭാഗത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻഡോക്രൈനോളജി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ മേഖലയല്ല. എന്താ പറയാ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് കൂടാതെ എന്താ പറയാ ഈ പറയുന്ന ട്രീറ്റ്മെന്റുകളും ഈ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻഡോക്രൈനോളജിയുടെ അന്തസ്രാവി വ്യവസ്ഥ, അന്തസ്രാവി ഗ്രന്ഥികൾ, അന്തസ്രാവി വ്യവസ്ഥ, അതാണ് എൻഡോക്രൈനോളജി എന്ന് വിളിക്കുക. എൻഡോക്രൈനോളജി ആകുമ്പോ അന്തസ്രാവി വ്യവസ്ഥ, എൻഡോക്രൈൻ ഗ്ലാൻഡ് അത് കഴിയുമ്പോ അന്തസ്രാവി ഗ്രന്ഥികൾ. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് അണ്ടർ എൻഡോക്രൈനോളജി. അപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾക്ക് കൂടി ഇവിടെ അവസരമുണ്ടെന്ന് നമ്മളൊന്ന് ഓർത്തു വെക്കണം. ആ ട്രീറ്റ്മെന്റുകളുടെ പേരുകൾ മറക്കരുത്. അപ്പൊ എൻഡോക്രൈനോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ ഇതിൽ പെടാത്തത് അതിനകത്ത് പെട്ടതായിരിക്കും, അപ്പൊ അത് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടതെല്ലാം ഉണ്ട്, ഓൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തരും. അപ്പൊ പേരുകൾ ഓർത്തിരിക്കുക: ഡയബറ്റീസ്, ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ അതിന്റെ കാൽഷ്യം ബോൺ ഡിസോർഡേഴ്സ്, പിറ്റ്യൂട്ടറി, ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്. ഗൊണാഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ലൈംഗിക ഹോർമോണുകളുടെ പ്രത്യുത്പാദന അവയവങ്ങളുടെയൊക്കെ എന്തോ പ്രശ്നങ്ങളൊക്കെയാണ് അതൊക്കെ. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് മെഡിസിൻസ്, രണ്ടിന്റെയും മെഡിസിൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അവർ രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയേക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻസ്, ദീസ് ആർ ദ ട്രീറ്റ്മെന്റ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് അണ്ടർ എൻഡോക്രൈനോളജി. ഇനി എന്താ വേണ്ടത്? എൻഡോക്രൈനോളജിയുടെ അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് അതിന്റെ മലയാളം അർത്ഥം. ഇനി ഇതിന്റെ ഈ പാൻക്രിയാസ്, അതിന്റെയൊക്കെ ഒരു ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് നമുക്കൊന്ന് എഴുതി വെക്കണം. എന്താണ് ഈ പാൻക്രിയാസും അതും ഒക്കെ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പാൻക്രിയാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് പാൻക്രിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേട്ടിട്ടുണ്ട്. പാൻക്രിയാസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഇൻസുലിൻ പ്രൊഡക്ഷൻ, ഇൻസുലിൻ ഗ്ലൂക്കഗോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഒരു എന്താ പറയാ ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പാരാതൈറോയിഡ്, ഹൈപ്പോതലാമസ്. എന്താണ് ഹൈപ്പോതലാമസ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറെ എൻസൈമുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ് ഒക്കെ. അപ്പൊ അത്തരം ബ്രെയിനിന്റെ ഒരു പാർട്ടാണ് ഹൈപ്പോതലാമസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് എന്താണെന്ന് ചിലർക്ക് അറിയില്ല എന്തൊക്കെയാണ്. അപ്പൊ ഇത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു എക്സ്പ്ലനേഷൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമുക്കതൊന്നും എക്സ്പ്ലെയിൻ ആയിട്ട് പഠിക്കാനുള്ളതൊന്നും അല്ല, എങ്കിലും നമ്മളിത് പറഞ്ഞു പോയ സ്ഥിതിക്ക് എന്താണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഹൈപ്പോതലാമസ് പറയുന്നത് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ, ബ്രെയിനിന്റെ ഒരു ഭാഗമാണ്. വിച്ച് കൺട്രോൾസ് നമ്മളുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ എന്താ പറയാ ബോഡിയിലെ വാട്ടർ ലെവലിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഹങ്കർ, നമുക്ക് ഉണ്ടാകുന്ന വിശപ്പ്, അതിന്റെയൊക്കെ ഒരു നിയന്ത്രണം ഒക്കെ നടത്തുന്നത് ഈ ഒരു ബ്രെയിനിന്റെ ഈ ഒരു പാർട്ടാണ്, ഹൈപ്പോതലാമസ് ആണ് എന്ന കാര്യം ഓർക്കാം. പിന്നെ നമ്മുടെ പൈനിയൽ എന്താ പറയാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ഉണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ പീയൂഷ് ഗ്ലാൻഡ് എന്നും അതിന് മറ്റു പേരുണ്ട് കേട്ടോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീയൂഷ് ഗ്ലാൻഡ് ഒരു എന്താ പറയാ നമ്മുടെ ഒരു പീ നട്ടിന്റെ, അതായത് നമ്മുടെ പയർ വിത്തിന്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ളതാണ്.
അതൊരു മാസ്റ്റർ ഗ്ലാൻഡ് ആണ്. മാസ്റ്റർ ഗ്ലാൻഡ് ഒന്നും കൂടിയൊക്കെ അതിന് പേരുണ്ട് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പൈനിയൽ ഗ്ലാൻഡ് കേട്ടോ? പൈനിയൽ ഗ്ലാൻഡ് ഇതുകൊണ്ടല്ലോ ഇതിനകത്തല്ലേ? ഓക്കെ, അതെ, പൈനിയൽ ഗ്ലാൻഡ് കുട്ടികളിൽ മാത്രം കാണപ്പെടുന്ന ഗ്ലാൻഡാ? അത് നമ്മളുടെ ഡേ ടു ഡേ നമ്മളുടെ ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പൈനിയൽ ഗ്ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ നമ്മൾ ഓരോരോ അത് സ്മോളസ്റ്റ് ഗ്ലാൻഡ് ആണ്, ഏറ്റവും ചെറിയ ഗ്ലാൻഡ് ആണ്. മാത്രമല്ല ഇതിന് മറ്റൊരു പേരുണ്ട്, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പേരുണ്ട്. ബിക്കോസ് നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആ ഒരു ഗ്ലാൻഡ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരു ദിവസം റുട്ടീനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യില്ലേ, അത് നമ്മൾ അറിയാതെ ചെയ്തു പോകും. അത് ആ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഗ്ലാൻഡ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നത് ചെയ്യും എന്നുള്ളത് നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നമുക്കൊരു ഇൻഫോർമേഷൻസ് നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ ഡെയിലി നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്, ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന ബ്രഷ് ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ ദിവസവും. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അത്തരം ആ ഡെയിലി ഓപ്പറേഷൻസിനെയൊക്കെ ആക്ടിവിറ്റീസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമുക്ക് മെസ്സേജ് കൊടുത്ത് ഇന്ന കാര്യം ചെയ്യൂ എന്ന് നമ്മളെ ചെയ്യിപ്പിക്കുന്ന ആ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന്റെ ബയോളജിക്കൽ ക്ലോക്ക് എന്നും പൈനിയൽ ഗ്ലാൻഡിന് പേരുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അതൊക്കെ ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാനുള്ളത് എവിടെ തുടങ്ങിയ ഡെർമറ്റോളജി തുടങ്ങിയാണ് എഴുതാനുള്ളത്. ഒന്ന് എഴുതാട്ടോ വേഗം. ഡെർമറ്റോളജി പെട്ടെന്ന് എഴുതി തുടങ്ങിക്കോ. ആ വേർഡുകളുടെ മീനിങ് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും നമുക്ക് പുറത്തുനിന്ന് നോട്ടില്ല ഇതിനകത്ത്. ബിക്കോസ് ഓൾറെഡി അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്കിൻ, ഹെയർ, നെയിൽ പ്രോബ്ലംസ് ആണ്, കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വെനേറിയൽ ഡിസീസസിലുള്ള പ്രോബ്ലംസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ആക്നെ, പിഗ്മെന്റേഷൻ, സ്കാർസ്, വിറ്റിലിഗോ, ഹെയർ ഫോൾ, ഹെയർ ലോസ്, ദെൻ വാർഡ്സ്, മോൾസ്, റിംഗ്ലിംഗ് ആൻഡ് ഏജിങ് സ്കിൻ, ഇതൊക്കെയാണ് ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രത്യേക മേഖലകൾ. ആക്നെ എഴുതിക്കോ, ആക്നെ മുഖക്കുരു, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം മീനിങ്. ആക്നെ, ACNE, മുഖക്കുരു. നെക്സ്റ്റ് സ്കാർ, SCARS, സ്കാർസ്, അടയാളം, പാട്, അടയാളം എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. കരുവാളിപ്പ്, പിഗ്മെന്റേഷൻ. പിഗ്മെന്റേഷൻ എന്തോ? PIGMENTATION. സ്ക്രീൻ കാണുന്നില്ലേ ഷാജി? സ്ക്രീൻ കാണാൻ പറ്റില്ലേ? ഇല്ല, കാണുന്നില്ല. അത് ഫോണിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അതായിരിക്കും. പിഗ്മെന്റേഷൻ, കരുവാളിപ്പ്. ആക്നെ, മുഖക്കുരു, പിമ്പിൾ. ആക്നെ, മുഖക്കുരു, പിമ്പിൾ. വിറ്റിലിഗോ, പാണ്ഡുരോഗം. VITILIGO. നോട്ട്സ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കല്ലേ കയ്യില്? നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന നോട്ട് അതാത് നോട്ടെങ്കിലും ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നില്ലേ? ഞാൻ സ്ഥലത്തില്ല മാം, വീട്ടില്ല നോട്ട്സ്. അപ്പൊ വേറെ ക്ലാസ്. അത് കുഴപ്പമില്ല. അതായത് നമ്മള് നോട്ട് അതാത് ടീച്ചേഴ്സ് എടുക്കുന്ന നോട്ട്, ആ നോട്ടെങ്കിലും നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വൈസ് എങ്കിലും ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാൻ നമ്മൾ പറയുന്നില്ല, അത് ചിലപ്പോൾ ബേർഡൻ ആകും. അതിനേക്കാൾ ഉപരി നിങ്ങൾ അതൊന്ന് ആ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റർ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ എടുത്ത് തീർക്കില്ല. അത് ആ ആദ്യത്തെ ഒരു ചാപ്റ്റർ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ ഇൻട്രൊഡക്ഷനിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാത്തതൊക്കെ എന്തായാലും 1-2 ദിവസം എടുക്കും. സോ ഒരു ക്ലാസ് മാം നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമുക്ക് നൈറ്റിൽ നോട്ട്സ് കിട്ടുമോ എന്നുള്ളത്. അപ്പൊ മാം ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ പിന്നീട് അത് ഒന്നും അറിഞ്ഞില്ല. കാര്യം വെച്ചാൽ നമുക്ക് ഡെയിലി ക്ലാസ് കിട്ടുമ്പോഴത്തേക്ക് ആ ഡെയിലി അത് കേട്ട് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിന് ഉച്ചയ്ക്ക് കേൾക്കേണ്ടി വരും. അപ്പൊ നൈറ്റിൽ കിട്ടുവാണെങ്കിൽ. നോട്ടിന്റെ കാര്യമല്ല പറഞ്ഞ, ക്ലാസിന്റെ കാര്യമല്ലേ? ക്ലാസിന്റെ കാര്യം, നോട്ട്സിന്റെ അല്ല മാം, ക്ലാസിന്റെ കാര്യ പറഞ്ഞ. നോട്ട്സ് ഇപ്പൊ കൃത്യമായിട്ട് കിട്ടണല്ലേ സമയത്ത്? കിട്ടുന്നുണ്ട്. ഓക്കെ. അത് ഞാൻ പറഞ്ഞിരുന്നു, അത് അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് നമ്മളിത് നടത്തുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ്.
സൂം മീറ്റിന്റെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് ഗൂഗിൾ മീറ്റിലാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. കാരണം ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്യുന്ന ക്ലാസ് ആണല്ലോ. ഏകദേശം കണ്ടില്ലേ 132 കുട്ടികളുണ്ട്. അപ്പൊ ഇത്രയും വലിയ ഗ്രൂപ്പിന് നമുക്ക് സൂമിൽ പറ്റില്ല. അതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റിൽ ചെയ്യുന്നത്. അപ്പൊ ഗൂഗിളിൽ നിന്ന് ഈ ഒരു സംഭവം റെക്കോർഡ് ചെയ്ത് നമുക്കത് ഫിനിഷ് ചെയ്യാനായിട്ട്, നമ്മളിപ്പോ അത് ലൈവ് ചെയ്തോണ്ടിരിക്കല്ലേ, ഇത് അവരുടെ റെക്കോർഡിംഗ് സിസ്റ്റം നമ്മൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കല്ലേ. ഇത് നിങ്ങൾക്ക് കാണാം, ഇതിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെക്കോർഡ് ചെയ്ത് അതിന്റെ ആ ഒരു റിസൾട്ട്, ആ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അവരിത് ഇങ്ങോട്ട് തരണം, ഗൂഗിള് തരണം. ഈ ഗൂഗിള് തരാൻ എടുക്കുമ്പോ അത് രാത്രിയാകും. രാത്രി മീൻസ് ഇവിടെ 5 വരെ 5 മണി വരെയാണ് ഓഫീസ് ടൈം. അതേപോലെ എല്ലാവരും പോകും രാത്രി. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ, സ്റ്റാഫൊക്കെ ആ സമയത്ത് പോകും. പിന്നെ രാവിലെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നത്. ഉച്ചയ്ക്ക് എന്താ പറയാ, രാവിലെ 9:30ക്കും 10 മണിക്കും ഇടയിൽ അങ്ങനെ തരാൻ ഞാൻ എന്നിട്ട് മാക്സിമം എളുപ്പത്തിൽ തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മാക്സിമം എളുപ്പത്തിൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഒരു 9:30 കഴിയുമ്പോ കിട്ടുന്നുണ്ടോ? 10 മണിക്കുള്ളിൽ കിട്ടുന്നുണ്ടോ? അങ്ങനെ കിട്ടുന്നുണ്ട് മാം. അത് നമ്മൾ ആ ടൈമിൽ കയറി കഴിയുമ്പം പിന്നെ 2 മണിക്കൂർ കഴിയുമ്പം പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും 1:30 ആകുമ്പോ നമ്മൾ കേറുന്നില്ലേ, അതിന്റെ ഒരു 10 മണിക്ക് ഒന്നും കിട്ടുന്നില്ല. ഒരു 11 മണി ഞാൻ ഇതുവരെ ആ ക്ലാസ്സിൽ കയറിയിട്ടില്ല. കാര്യം ഓൺലൈൻ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ കയറുന്നോണ്ട് കിട്ടുന്നു. പക്ഷെ നമ്മള് ക്ലാസ് കിട്ടിയിട്ട് 2 ക്ലാസ് പെട്ടെന്ന് തീർക്കാം, കണ്ടു കഴിഞ്ഞിട്ട് വേണമല്ലോ അടുത്ത ക്ലാസ്സിൽ കയറാൻ. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുന്നതായിരുന്നു, ഇപ്പൊ ലീവായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുന്ന ടൈം ആകുമ്പോഴേ നമുക്ക് നൈറ്റിൽ ക്ലാസ്സിൽ കയറായിരുന്നു. അതൊരു വലിയ പ്രശ്നമാ മാം, അതൊന്ന് പറയണേ മാം. ഉണ്ടോന്ന് അവർ നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഗൂഗിളിന്റെ പ്രശ്നം ആയതുകൊണ്ടാണ്, ഡെയിലി ക്ലാസ് വരുന്നതുകൊണ്ടാണ്. അതാണ് ഈ പ്രശ്നം വന്നത്. അത് ഓൾട്ടർനേറ്റ് ദിവസങ്ങളിലായിരുന്നെങ്കിൽ അത് ആ ഒരു പ്രശ്നം വരില്ലായിരുന്നു. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നാളെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു, നാളെ നിങ്ങൾ മറ്റന്നാ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ നമ്മള് ഡെയിലി ക്ലാസ് വെക്കല്ലേ. ഏകദേശം ഈ 11 മണിക്ക് ക്ലാസ്സിൽ കയറുമ്പോ 2 മണിക്കൂർ, അത് കഴിയുമ്പോ വീണ്ടും 2 മണിക്കൂർ കയറേണ്ടി വരും. അപ്പൊ നമുക്കത് നമ്മൾ ജോലിക്കൂടെ പോകുന്നതായത് കൊണ്ട് വൈകിട്ട് വരുമ്പോ വൈകിട്ട് കിട്ടുവാണെങ്കിൽ അത് നൈറ്റിൽ കയറിയിരുന്ന് കേൾക്കാവല്ലോ. ഞാൻ സൂചിപ്പിക്കാം. ഇപ്പൊ നമുക്കൊന്ന് എഴുതി തീർക്കാം, അല്ലെങ്കിൽ നമ്മുടെ അല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറയണമെന്ന് വിചാരിച്ചു. അതിന് വേറെ എന്തെങ്കിലും ഇനി അതിന് മറ്റൊരു സൊല്യൂഷൻ ഉണ്ടോന്ന് നോക്കട്ടെ. വെച്ചിലേക്കോട്ടെ. VITILIGO. വി ആണ് താരം. അവിടെ സ്പെല്ലിംഗ് തെറ്റി എഴുതിയിരുന്നു. പി അല്ല, VITILIGO. കരുവാളിപ്പാണ് അതിന്റെ മീനിങ്. സോറി, വെറ്റിലേഗോ പാണ്ഡുരോഗം. ഓക്കെ. പിന്നെന്താ? മോൾസ്, MOLES, മോൾസ്, മറുക്. മോൾസ് മറുകാണ്, മറുക്. അടുത്തത് വാട്സ്, WARTS, വാട്സ്. അരിമ്പാറ, വാട്ട്, WARTS, വാട്സ്, അരിമ്പാറ. Then wrinkling, 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 WRINKLING. ചുളിവ്, ഈ നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ. ഒന്നുകൂടെ പറയാം വേർഡ്. ഏതാണ് ലാസ്റ്റ് പറഞ്ഞത്? wrinkling, 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 ചുളിവ്. Then അടുത്തത് ENT-യിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ENT എന്നൊന്ന് ഹെഡിങ് എഴുതി വെച്ചേക്കാം. ENT ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ താഴെ ENT സർജൻ, ENT സർജൻ, SURGEON, ENT സർജൻ. ENT സർജൻ ഒരു ഹൈസ്പ്ലേറ്റഡ് എഴുതാം. ഓട്ടോലറിംഗോളജിസ്റ്റ്. ENT സർജനെ പറയുന്ന പേരാണ് ട്ടാ. അതെന്തായാലും പഠിക്കണം. ഓട്ടോലറിംഗോളജിസ്റ്റ്, OTOLARYNGOLOGISTS, ഓട്ടോലറിംഗോളജിസ്റ്റ്. അങ്ങനെ വായിച്ച് പഠിക്കേണ്ടത്. ENT സർജന്റെ പേരാണത്. ഓക്കെ.
ഓക്കെ, നെക്സ്റ്റ് അതിനകത്ത് എഴുതേണ്ടത് ടിയർ ഡക്റ്റ് പ്രോബ്ലം. ടിയർ ഡക്റ്റ് പ്രോബ്ലം. ടിയർ ഡക്റ്റ് പ്രോബ്ലം ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. മാം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ. മാം ഒന്നുകൂടെ പറ. ടിയർ ഡക്റ്റ് പ്രോബ്ലം ആണോ? അതാണ് പറയണ്ടേ? അതെ. ടിയർ ഡക്റ്റ് പ്രോബ്ലം ഹെഡിങ് എഴുത്, ഒരു ഹൈഫൻ ഇട്. ടിയർ TEAR, ടിയർ ഡക്റ്റ് DUCT, ഡക്റ്റ് പ്രോബ്ലം. ടിയർ ഡക്റ്റ് പ്രോബ്ലം ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. using USING, using a thin, ഭയങ്കര നേരിയത് thin metal instrument using a thin metal instrument through THROUGH, through the tear duct, കണ്ണ് നീര് വരുന്ന ദ്വാരം, tear duct, to open the blockage, to open, OPEN, open the blockage, 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 to open the blockage. They flush, FLUSH, flush they flush sterile water, STERILE, sterile water, to make the pathway clear, to make the pathway, pathway clear. എഴുതിയോ? ആരെങ്കിലും ഒരാൾ എഴുതിയോ? കിട്ടിയോ? എക്സ്പ്ലനേഷൻ കിട്ടിയോ? To make the pathway clear, to make the pathway clear. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എന്താ പറയാ ഈ നെറ്റ് കണക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ചിലര് പെട്ടെന്ന് എത്തുന്നില്ല, അങ്ങോട്ട് കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ വരുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡിസ്റ്റർബൻസ് ഉണ്ടോന്ന്, റേഞ്ചിന്റെ എന്താ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്ലിയർ ആയവര് അതൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഇപ്പോഴല്ല, എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനിയും ഞാൻ കുറെ സമയം അതിൽ വേണ്ടി കളയേണ്ടി വരും. നെക്സ്റ്റ് വൺ, അടുത്തത് നെക്ക് ലംസ് ചെയ്ത കേട്ടോ. നെക്ക് ലംബ്, NECKLUMPS, നെക്ക് ലംബ്, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്താ. നെക്ക് ലംബ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നതും ഉണ്ടാവാട്ടോ. വെറുതെ ഒരു തടിപ്പ് പോലെ തൊണ്ടയില്, അതായത് കഴുത്തില്. എൻലാർജ്ഡ് ലിംഫ്, LYMPH, ലിംഫ്. caused, CAUSED, enlarged lymph caused by bacteria, viral infections, cancer or other causes, ചിലപ്പോൾ ക്യാൻസർ ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു എൻലാർജ്മെന്റ് ഇൻ അവർ ലിംഫ്. ഈ തൊണ്ടയുടെ ഇവിടെ ഈ വള്ളിയില്ലേ, അതിന്റെ അവിടെ ഉണ്ടാകുന്ന ഒരു എന്താ പറയാ വീർപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ, നെക്ക് ലംബ് എന്ന് വിളിക്കുക കേട്ടോ. നെക്ക് ലംസ്. നെക്സ്റ്റ് വൺ എൻഡോക്രൈനോളജി എന്ന് എഴുതാം. എൻഡോക്രൈനോളജി, അതിനകത്താണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. എൻഡോക്രൈനോളജി, എൻഡോക്രൈനോളജി. അതിന്റെ അകത്ത് എഴുതേണ്ടത് പിറ്റ്യൂട്ടറി ഗ്ലാൻസ്. സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാം.
Pituitary. Pituitary. Pituitary glands. ഒരു ഹൈഫനേറ്റഡ് ചെയ്ത പീയൂഷ് ഗ്ലാൻസ്. PIYUSH. അതിന്റെ മറ്റൊരു പേരാണ് പീയൂഷ് ഗ്ലാൻസ്. Pituitary gland or പീയൂഷ് ഗ്ലാൻഡ്. ഒരു ഹൈഫനേറ്റഡ് ചെയ്ത മാസ്റ്റർ ഗ്ലാൻഡ്സ്. അതിന് മാസ്റ്റർ ഗ്ലാൻഡ് എന്നും പേരുണ്ട്. മാസ്റ്റർ ഗ്ലാൻഡ്സ്. which has the shape of P. The shape of P. Seed P. PEA. P. Fire. P. Which has the shape of a P. In endocrine system. In endocrine system. അന്തസ്രാവി വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന എന്താ പറയാ പയർവ്വത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഗ്ലാൻഡ്. അതാണ് അതിന് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പേരുണ്ട്. പീയൂഷ് ഗ്ലാൻഡ് എന്നും അതിന് മറ്റൊരു പേരുണ്ട് എന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് വൺ, പാരാതൈറോയിഡ്. പാരാതൈറോയിഡ്. ഹൈഫനേറ്റഡ് ചെയ്ത two pairs എന്ന് പറയുമ്പോൾ 4 എണ്ണം. 2 പെയർ ആണ്, അപ്പൊ 4 എണ്ണം. 2 pairs of small oval shaped glands. Oval shaped glands. ഓവൽ ഷേപ്പിലുള്ള 2 പെയർ ആയിട്ടുള്ള ഗ്ലാൻഡുകളാണ് ഓവൽ ഷേപ്ഡ് ഗ്ലാൻഡ്സ്. located next to the two thyroid glands. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ അപ്പുറത്തുപുറത്തായിട്ട് 2 പെയറുകൾ, 4 എണ്ണം ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗ്ലാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? പാരാതൈറോയിഡ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ടു ദ തൈറോയിഡ് ഗ്ലാൻഡ്സ്. എഴുതാൻ പറ്റിയോ? Yes. And the next one, ഒരെണ്ണം കൂടി ഉണ്ട്, hypothalamus. 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 PHALAMUS. Okay. Hypothalamus. Hyphenida is a part of our brain. Which controls temperature, which controls temperature, water level in our body, hunger, HUNGER, hunger. Brain ഒരു ഭാഗമാണ്. നെക്സ്റ്റ് വൺ, pineal glands. hunger അതന്നെ, HUNGER. pineal, PINEAL. pineal glands. Put a hyphen. Controls the day-to-day operations. Activities. Controls the day-to-day activities. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് പൈനിയൽ ഗ്ലാൻഡിന്റെ പ്രത്യേകത. Day-to-day activities. It is the smallest gland. ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ്. It is the smallest gland and also known as biological clock. Biological, BIOLOGICAL, biological clock. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു?
അപ്പൊ പേരുകൾ ഉണ്ടല്ലോ, പേരുകൾ ഓർത്തിരിക്കണം. പാൻക്രിയാസ്, പാരാതൈറോയ്ഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്, അതെല്ലാം കൂടി ചേർന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എൻഡോക്രൈനോളജി എന്തുമായി റിലേറ്റഡ് ആയിട്ടാണ്? എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൂടാതെ ഈ എഴുതി തന്ന 3-4 നമ്മൾ എക്സ്ട്രാ നോട്ടായിട്ട് തന്നിട്ട് ഹൈപ്പോതലാമസ്, അതുപോലെ തന്നെ പൈനിയൽ ഗ്ലാൻഡ്, എന്താ പറയാ പാരാതൈറോയിഡ്, അങ്ങനെ കുറച്ച് 3-4 എക്സ്ട്രാ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു പഠിച്ചത്? ഡെർമറ്റോളജി, ENT, എൻഡോക്രൈനോളജി. ഓക്കെ, ബയോളജിക്കൽ ക്ലോക്ക്, ബയോളജിക്കൽ കഴിഞ്ഞിട്ട് പറഞ്ഞത് ക്ലോക്ക് കേട്ടാ. ആരോ ചോദിച്ചു ബയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്. അപ്പൊ ക്ലിയർ ആണോ ഇന്ന് പറഞ്ഞ ഈ 3 ടോപ്പിക്? 1 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ 3 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആയോ? തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ച് പറഞ്ഞോ? അതോ തൈറോയിഡ് ഗ്ലാൻഡ് എക്സ്പ്ലനേഷൻ. തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ അപ്പുറത്തുള്ള അതിനോട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന 2 pairs ഓഫ് ഗ്ലാൻഡുകൾ, ഓവൽ ഷേപ്പിലുള്ളത്. തൈറോയിഡ് ഗ്ലാൻഡ് അല്ലേ? തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള 2 ഓവൽ ഷേപ്പിൽ 2 pairs ആയിട്ടുള്ള ഗ്ലാൻഡുകൾ, സ്മോളസ്റ്റ് ഗ്ലാൻഡുകൾ. അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞില്ല, പാരാതൈറോയിഡാ പറഞ്ഞത്. ക്ലിയർ? ഓക്കെ അല്ലേ? അടുത്ത ടീച്ചർ മുട്ടാൻ തുടങ്ങി അവിടെ. ഓക്കെ ഓക്കെ, അപ്പൊ വായിച്ചൊക്കെ നോക്കിയിട്ട് ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ടീച്ചറിന്റെ സമയം അവിടെ കൺസ്യൂം ചെയ്തു കുറച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.